കർമ്മമഠം ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗവർണർ എന്ന വ്യക്തിയോട്, അദ്ദേഹം ഒരു കേരളത്തിന്റെ ഭരണത്തലവനാണ്. വിയോജിപ്പുകൾ നമുക്ക് ഉണ്ടാവാം. ആ വിയോജിപ്പുകളൊക്കെ നേരെ വെട്ടിത്തുറന്ന് പറയാം. അതിനുള്ള ധൈര്യമൊക്കെ മാധ്യമപ്രവർത്തകർ കാണിക്കണം. പക്ഷേ വളഞ്ഞു ചുറ്റി ചില നാടൻ പ്രയോഗങ്ങൾ ചേർത്ത് അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് ഇകഴ്ത്തുന്നത് വലിയ മാധ്യമ മിടുക്കൊന്നുമല്ല. ഇപ്പൊ നമുക്ക് കേൾക്കാം, ഗവർണറെ പറ്റി ഒരാള് പറഞ്ഞു തുടങ്ങുന്നത് വളരെ നിഷ്കളങ്കമായിട്ടാണ്. ആ തുടക്കം വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള തുടക്കമാണ്. നമുക്ക് ചുറ്റുമുള്ള വയസ്സായ പല ആളുകളും അമ്മേ മഹാമായേ എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. തുടങ്ങുന്നത് തന്നെ നമുക്ക് ചുറ്റുമുള്ള വയസ്സായ ചില ആൾക്കാരാണ്. ആ വയസ്സായ എന്ന് ഒരു ഉദ്ദേശിക്കുന്നത് ഗവർണർ പദവി എന്നത് വയസ്സായ ആൾക്കാർക്ക് ഉള്ള ഒരു റിട്ടയർമെന്റ് ഹോബിയാണ് എന്ന് പറഞ്ഞു വയ്ക്കാനാണ് ഈ അവതാരക ശ്രമിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? എപ്പോഴും അത് ഭക്തി കൊണ്ട് മാത്രമാവില്ല. അതായത് ഗവർണർ ഭാരതാംബയ്ക്ക് പൂക്കൾ അർപ്പിക്കുന്നത് ഭക്തി കൊണ്ട് മാത്രമായിരിക്കില്ല എന്ന് നമ്മളെ തലയിൽ ഒരു ആണി അടിച്ചെങ്കിൽ കയറ്റുകയാണ്. പലപ്പോഴും കടുത്ത നിരാശയുള്ള സമയത്തായിരിക്കും. ഗോവയിലെ മന്ത്രിയായിട്ട് തിരുവനന്തപുരത്ത് കേരളത്തിന്റെ ഗവർണറായിട്ട് വരുന്നത് കടുത്ത നിരാശ ഗവർണർക്ക് ഉണ്ടാക്കി എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? ചിലപ്പോഴൊക്കെ നല്ലത് വരണേ എന്ന അർത്ഥത്തിലായിരിക്കും. ചിലപ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ ഹെൽപ്ലെസ് ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ചിലപ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ ഹെൽപ്ലെസ് ആയിട്ടിരിക്കുകയാണ്. അദ്ദേഹം അത്രയ്ക്ക് ഹെൽപ്ലെസ് ആയിട്ടിരിക്കുന്ന ആളൊന്നുമല്ല. അദ്ദേഹം RSSലൂടെ വളർന്ന് BJPയിലൂടെ മന്ത്രിയായി അതിനുശേഷം കേരളത്തിലോട്ട് അയക്കാൻ പറ്റിയ ഒരാളെന്ന് കേന്ദ്ര ഗവൺമെന്റിന് തോന്നിയിട്ട് ആ ജോലിക്ക് കേരളത്തിലോട്ട് അയച്ച് രാജ്ഭവനിൽ വന്ന് മര്യാദയ്ക്ക് ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല കേരളത്തിന്റെ ഭരണഘടനാ തലവനുമാണ്. ഇപ്പോഴത്തെ ചില വാർത്തകളെല്ലാം കാണുമ്പോൾ അമ്മേ ഭാരത അമ്മേ എന്ത് പണിയാണ് ഈ ചെയ്തത് എന്ന് ചോദിക്കാൻ തോന്നും. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പോഴാണ് പൂച്ച പുറത്തു ചാടിയത്. ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നതൊക്കെ നല്ല ഭയങ്കര മധുരമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. എന്നിട്ട് ഒരു വേലെടുത്തിട്ട് ഗവർണറുടെ നെഞ്ചത്തിട്ട് കുത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഈ അമ്മയെ ഭാരതാംബയെ എന്നുള്ള പ്രശ്നം ഇന്ന് രാവിലെയാണ് ഉണ്ടായത്. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഭാരത അംബ വിവാദം. ഇതിൽ നിന്ന് മനസ്സിലായല്ലോ ഇത് അവതരിപ്പിക്കുന്ന ചാനലിന്റെ ഉദ്ദേശശുദ്ധി. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ?